ഹേ ഗൈസ്, എന്തെങ്കിലും ചെയ്യണം സുഖമായിരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാം റീലിലൂടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോം സെക്രട്ടറി കുറച്ച് എംപിമാരുടെ ചോദ്യങ്ങൾ നേരിടാൻ പോകുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് ക്ലാരിറ്റികൾ, നമുക്ക് ആവശ്യമായ ചില ക്ലാരിറ്റികൾ നമുക്ക് ഇതിനകത്ത് ലഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ കുറച്ചൊക്കെ ദൂരീകരിക്കാനായിട്ടാവും ഈ ഒരു വീഡിയോയിലൂടെ. ഓക്കെ, എനിവേ അതുകൊണ്ട് ഇങ്ങനെ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലിങ്ങനെ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. യെസ്, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നത് മുതൽ നമുക്കറിയാം ഒരുപാട് പേരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഇവിടെ PR വേണ്ടവർക്ക്, അതായത് പെർമനന്റ് റെസിഡൻസി വേണ്ടവർക്ക്. ഇനി അത് വേണ്ടാത്തവർക്ക് അതൊരു വലിയൊരു ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല, അവർക്ക് അതൊരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. സോ അത് ബാധിക്കും എന്നുള്ള ഒരുപാട് പേരുണ്ട്. ഏകദേശം 1.5 മില്യൺ ആളുകളുണ്ട്. ഇവരെല്ലാവരും നമ്മൾ പെറ്റീഷൻ പലതും ചെയ്തു. പെറ്റീഷനിലൂടെ നമുക്കറിയാം 1,40,000 അടുത്ത് ഇപ്പോൾ സിഗ്നേച്ചേഴ്സ് വന്നു തുടങ്ങി, ഇല്ലെങ്കിൽ വന്നെത്തി. അതിനൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മൾ MPമാർക്ക് വളരെ റെഗുലറായിട്ട് കുറേ ഇമെയിലുകൾ അയച്ചു. അത് ത്രൂ നമ്മുടെ കൺസേൺസ് MPമാരിൽ എത്തിച്ചു. ആ ചോദ്യങ്ങൾ MPമാർ നമ്മുടെ ഹോം സെക്രട്ടറിക്കും അതുപോലെ ഇമിഗ്രേഷൻ മിനിസ്റ്ററിനും അടുത്തും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു. സോ അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള റിപ്ലൈകളാണ് ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. പലരും ചോദിച്ചു എന്താണ് പുതിയ അപ്ഡേറ്റ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നൊക്കെ. സോ അപ്ഡേറ്റുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം, കാരണം എല്ലാവരും തന്നെ അറിയട്ടെ. അതിനകത്ത് ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ആണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. UK plans 10 years settlement wait for immigrants. What it means for them എന്നുള്ളതാണ് ചോദ്യം. അതായത് എന്താണ് ഓൾറെഡി UK ആളുകളെ സംബന്ധിച്ച് ഈ 10 year സെറ്റിൽമെൻറ്റ് റൂൾ വരുന്നത്. ഓക്കെ, ഇതിനുള്ള കുറച്ച് ക്ലാരിറ്റികളാണ് തന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്കറിയേണ്ടത്. അതായത് കറൻ്റ്ലി UK ഈ ഒരു നിയമങ്ങൾ നിങ്ങളെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അതിന് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഒരു ഡിബേറ്റ് തുടങ്ങുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ ഇമിഗ്രൻറ്റ് 2021 സ്കിൽഡ് വർക്കർ വിസയിൽ ഓക്സ്ഫോർഡ് ഷെയറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുള്ളിക്കാരി ഇവിടെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു, ഇവിടെ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു അസുഖം വന്നതിനെ തുടർന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ലായി. അപ്പോൾ നെക്സ്റ്റ് ഇയർ PR കിട്ടുന്നതോട് തന്നെ നമുക്കറിയാം കുറച്ചധികം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില ഇളവുകൾ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇവരെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് തുടക്കം എന്നുള്ളതാണ് കേട്ടോ. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ ലിബറൽ ഡെമോക്രാറ്റ് MP ആണ്, ഹൗസ് ഓഫ് കോമൺസിലാണ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. പാർലമെന്റ് ഡിബേറ്റിൻ്റെ ഇടയിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ജൂൺ 12 ആയിരിക്കും ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ന്യൂസ് വരും. ഇത് ലൈവ് കണ്ടവർക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് അതിന് മുമ്പ് തന്നെ നിങ്ങൾ മുന്നിലോട്ട് എത്തിക്കുകയാണ്. അതിനകത്ത് കുറേ നിയമങ്ങളുണ്ടല്ലോ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത്. സ്കിൽഡ് ത്രഷോൾഡ് ഉയർത്തുന്നു, സാലറി ത്രഷോൾഡ് ഉയർത്തുന്നു, കെയറേഴ്സിൻ്റെ ബാൻ, അതായത് പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കുന്നത് ബാൻ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സാലറി ത്രഷോൾഡ്, അതുപോലെ റെഡ്യൂസിങ് ഗ്രാജുവേറ്റ് വിസ റൂട്ട് 18 മാസത്തിലേക്ക് ഉയർത്തുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എല്ലാ മേഖലയിലേക്കും കൊണ്ടുവരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒലി ഗ്ലോവർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരനോ ചോദിച്ചിരിക്കുന്നത് ചെയ്യുന്നത് സഡൻ ഇൻക്രീസ് ടു ദ qualifying period from 5 to 10 years has plunged hard-working people like Kamala into uncertainty about their future എന്നുള്ളതാണ്. അപ്പോൾ സംബന്ധിച്ചാൽ 10 ഇയേഴ്സിൻ്റെ റൂള് ഇവരെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ഇതിന് ഉത്തരം നൽകിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സീമ മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മിനിസ്റ്ററാണ്, ഇമിഗ്രേഷൻ മിനിസ്റ്ററാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ കറൻ്റ്ലി UK ഇത് ബാധിക്കുമോ ഇല്ലേ എന്ന് പറയാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എടുക്കുന്നതിന് മുമ്പ് പബ്ലിക് കൺസൾട്ടേഷൻസ് ഉണ്ടാവും. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനകത്ത് അണ്ടർലൈൻ ഇടുന്നൊരു കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UK ഇവരെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ എക്കണോമിക്ക്, ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അണ്ടർലൈൻ ചെയ്യുന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. സോ ഇങ്ങനെയുള്ളവരെ എഫക്റ്റ് ചെയ്യാതിരിക്കാനും അത് ശ്രമിക്കും. അതോടൊപ്പം തന്നെ ഈ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത് തന്നെ നിങ്ങൾക്ക് 10 ഇയർ സെറ്റിൽമെൻറ്റ് പീരീഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ 10 ഇയർ സെറ്റിൽമെൻറ്റ് പീരീഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് UK എക്കണോമിക്കോ UK കമ്മ്യൂണിറ്റികൾക്കോ, ഇപ്പോൾ പുള്ളിക്കാരി കെയറാണെന്ന് വിചാരിക്കുക,
ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 10 years നിയമം വന്നാൽ പോലും ഈ ഒരു കാര്യം കാണിച്ച് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും 5 yearsലേക്ക് എന്നുള്ളതാണ് വളരെ ചുരുക്കത്തിൽ പറയാനായിട്ടുള്ള ഒരു കാര്യം. സോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും ചുമ്മാ കയറി കള്ളവണ്ടി കയറിയിട്ടോ നീന്തി കടൽ കടന്നിട്ടോ കയറി വന്നവരൊന്നുമല്ല. ഇവിടെ നിങ്ങൾ വന്നത് നേരെ മാർഗം റിക്രൂട്ട്മെന്റ് ത്രൂ NHSലേക്കും മറ്റ് ജോബുകളിലേക്കും ഇല്ലെങ്കിൽ ഇവിടെ കെയർ ജോബുകളിലേക്കും ഇവിടുത്തെ കമ്പനീസ് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള വിസയിൽ വന്ന് ഇവിടുത്തെ എക്കണോമിക്ക് ഇല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾ സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും എലിജിബിൾ ആവും. പിന്നെ ഈ ഒരു റൂൾസ് എടുത്ത് മാറ്റുന്നത് 10 yearsക്ക് ആക്കുന്നത്, അതായത് ഇതൊരു ഏൺഡ് സെറ്റിൽമെന്റ് ആവരുത്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം നമുക്കറിയാം ഇവിടെ വന്നിരുന്ന് ചുമ്മാ ഇരുന്ന് കണ്ട് 3 പേരടക്കം, അതായത് കടൽ കടന്ന് വന്നവരുന്ന് ചുമ്മാ ഇരുന്നവരടക്കം PR-ഉം സിറ്റിസൺഷിപ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാതെ ഇക്കണോമിക്കോ കമ്മ്യൂണിറ്റിക്കോ ഉപകാരം ചെയ്യാത്ത അവർക്കൊന്നും PR കൊടുക്കേണ്ടതായിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. തീർച്ചയായിട്ടും നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ചെയ്തതിനുള്ള കൺസിഡറേഷൻ ഈ പോയിന്റ് ബേസ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് തോന്നും. സോ എല്ലാവരും ശാന്തമായിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് പല വീഡിയോസും നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഭയപ്പെടുത്തുന്നതിന് അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടാവും. ഇപ്പോൾ ഉള്ള നല്ല മാർക്കറ്റാണ്. ഡെയിലി എനിക്ക് വീഡിയോ ഇടാം. എനിക്ക് ഡെയിലി ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ച് 1000 വീഡിയോ ഇടാം. പല കാര്യങ്ങളും പറഞ്ഞും പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ഇടാം. ഇട്ട് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, അത്യാവശ്യം ലക്ഷങ്ങൾ കിട്ടും. പക്ഷേ അപ്പോഴും നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല. കറക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ വീഡിയോ ഇടുക. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ക്രിസ് വെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള MP ആണ് ചോദിച്ചിരിക്കുന്നത്. പുള്ളിക്കാരനും ഇതേപോലെ ഒരു ആളുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. എമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെയർ ഉണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്, കെയറേഴ്സ് പലരും പറയുന്നത് കെയറേഴ്സിന് കിട്ടില്ല, കെയറേഴ്സിന് PR കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കുറേ കമൻറ്റ് താഴത്തേക്ക് വരാറുണ്ട്. ഓക്കെ, എന്ത് കെയറേഴ്സ് നിങ്ങളൊക്കെ പിടിച്ച് കടിച്ചോ? അപ്പോൾ അതിന് സീമ മൽഹോത്ര നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ അതിനൊരു വളരെ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്ലൈ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കെയറിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്ലാന് വന്നു കഴിഞ്ഞാൽ ഇത് കെയറേഴ്സിനെ എഫക്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഏൺഡ് സെറ്റിൽമെന്റ് ആണ് ഇപ്പോൾ വരുന്ന പുതിയ റൂൾ അനുസരിച്ച് നമ്മൾ ഇനി ഏൺഡ് സെറ്റിൽമെന്റ് ആണ്. അതായത് നോർമലി നമ്മൾ അറിയാമല്ലോ, ലോങ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ PR കിട്ടുന്നത്. 5 year 10 year ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ അങ്ങനെയാണ് PR കിട്ടുന്നത് അല്ലേ. ഇനി അത് ഏൺഡ് സെറ്റിൽമെന്റിലേക്കാവും. സോ ആ ഏൺഡ് സെറ്റിൽമെന്റ് സമയത്ത് ഇങ്ങനെയുള്ള നമ്മുടെ കെയറേഴ്സ് പോലെ അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ സർവീസ് ചെയ്യുന്ന ആളുകളെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കൺസിഡർ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് അതിനകത്ത് വെച്ചാൽ സീമ മൽഹോത്ര നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ വളരെ വലിയ രീതിയിൽ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും കെയറേഴ്സ് including those who have come from overseas do important work to support us, our families and our communities. My honorable friend, we will recognize that I have said it's important for us to ensure that people's voice can be heard in the consultation എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ഇതിനു മുമ്പും ഈ പുള്ളിക്കാരി സെയിം റിപ്ലൈ കൊടുത്തേ, പക്ഷേ ഇതിലും പറഞ്ഞിരിക്കുന്ന കെയറേഴ്സിനെ എസ്പെഷ്യലി പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ തീർച്ചയായിട്ടും ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് ഓവർസീസിൽ ഒന്നാണെങ്കിൽ പോലും അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ പബ്ലിക്കിന്, ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഇവിടെ വളരെയായിട്ടുള്ള പീപ്പിൾസിന് വേണ്ടി ഇവർ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതും പരിഗണിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ കൺസൾട്ടേഷൻ വെക്കുന്നത്. സോ ഗായ്സ്, നമ്മൾ ആരും തന്നെ ഈ പബ്ലിക് കൺസൾട്ടേഷൻ മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഞാൻ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് കൊണ്ടുവന്ന് തരും. അത് ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലും അപ്ഡേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, കൺസൾട്ടേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, നിങ്ങളുടെ കൺസേൺസ് അറിയിച്ചിരിക്കണം. താഴത്ത് ഞാനൊരു BBC-യുടെ വാട്സപ്പ് നമ്പറും ഇമെയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൺസേൺസ് BBC-യും അറിയിക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കെയറേഴ്സിനെയും കൺസിഡർ ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെയറേഴ്സ്. അത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എഡ് കൂപ്പറിൻ്റെ ഹോം സെക്രട്ടറിയുടെ ഇതിനകത്തും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ജോബുകളുണ്ട്, അവരെയൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇപ്പോൾ കെയറേഴ്സിൻ്റെ കേസിൽ വലിയ ചൂഷണങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, അല്ലാത്തതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചൂഷണങ്ങൾ വർദ്ധിച്ചു, അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് ഓപ്പൺ. അതുമാത്രമല്ല,
ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ എഡ് കൂപ്പർ ഇതേപോലുള്ള ഒരു എംപിമാരുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടായി. അതിനകത്തും വളരെ വ്യക്തമായിട്ട് തന്നെ എഡ് കൂപ്പർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ആ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ നമുക്കറിയാമല്ലോ അൺലിമിറ്റഡ് ആയിട്ട് കയറി വരുന്നതിൽ ഒരു വലിയ ഒരു കൺട്രോൾ അതിനകത്ത് ഇടും. അതായത് ഇപ്പോൾ RTOF ലെവൽ 6 ആ ഒരു സ്കിൽസുള്ള ഇല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷന് മേലെയുള്ള ജോബിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. അപ്പോൾ ഇവർ അതിനകത്ത് MPമാർ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഭയങ്കര ഷോർട്ടേജ് ഉള്ള ഒരു മേഖലയാണ് കൺസ്ട്രക്ഷൻ. ഇവിടെ ഇനിയും ഒരുപാട് 1.5 മില്യൺ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും എന്നുള്ള ചോദിച്ചിൽ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിൽ കൺസ്ട്രക്ഷൻ ലേബേഴ്സിനെ ഹയർ ചെയ്യും, റിക്രൂട്ട് ചെയ്യും. അപ്പോൾ അത് ഏത് കാറ്റഗറിക്കകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ RTOF ലെവൽ 6 താഴെ ചില ജോബുകൾ, എക്സാമ്പിൾ അതിപ്പോൾ ഏതൊക്കെ ജോബുകളാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരേ ഒരു ജോബ് മാത്രമേ പറഞ്ഞുള്ളൂ, കൺസ്ട്രക്ഷൻ. അത് RTOF ലെവൽ 6 താഴെ വരും. ആ കൺസ്ട്രക്ഷൻ ടെമ്പററി ജോബ്സിനകത്ത് വരും, ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിനകത്ത്. നമ്മൾ നേരത്തെ ഒരു ഷോർട്ടേജ് ലിസ്റ്റ് വെച്ചിട്ട് വർഷങ്ങളോളം കീപ്പ് ചെയ്ത് 5 വർഷത്തിൽ ഒരിക്കൽ ചേഞ്ച് ചെയ്യുന്ന രീതിക്കായിരുന്നു. അത് ചേഞ്ച് ചെയ്തിട്ട് 6 മാസത്തിൽ ഇത് റിവ്യൂ ചെയ്യും. അത് ഷോർട്ടേജ് ഫില്ലായി കഴിഞ്ഞാൽ അപ്പോൾ റിവ്യൂ ചെയ്യുന്ന രീതിക്കാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇനി കൺസ്ട്രക്ഷൻ ലേബേഴ്സിനെ ഇൻ കൺട്രി, അതായത് സ്കിൽ ഇംഗ്ലണ്ട് പദ്ധതികളിലൂടെ അവരെ ഡെവലപ്പ് ചെയ്യാനും അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയണ്ടായിരുന്നു. അപ്പോൾ റിക്രൂട്ട്മെന്റുകൾ നടക്കും. ജോബുകൾ ഇനി സ്കിൽ, അതായത് എന്താ പറയുക, ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിനകത്ത് ഏതെല്ലാം ജോബുകൾ വരുന്നോ അതിനകത്തേക്ക് റിക്രൂട്ട്മെന്റുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ആ ജോബ് അതിനകത്ത് വരാൻ പോകുന്നത്, ഏതൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. പൂർണ്ണമായിട്ടും ഒരു റിക്രൂട്ട്മെന്റുകളോട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ മാക്സിമം RTOF ലെവൽ 6 മേലെയുള്ള കോഴ്സുകൾ എടുത്ത് വരികയും നല്ല കോഴ്സുകൾ എടുത്ത് വരികയും അതിനകത്ത് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിഞ്ഞു വരികയും ചെയ്യുന്ന ആളുകൾ മാത്രം ഇനി UK കയറി വന്നാൽ മതി. പിന്നെ PR കേസുകളൊക്കെ ഇനി വരുന്നവർക്ക് ഒരു പക്ഷേ അത് 10 ഇയേഴ്സിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇനി ഒരു ചേഞ്ചസും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ കറൻ്റ്ലി UK ഉള്ളവരെ ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് ഒരു എക്സ്ക്യൂസ് തരാനോ ഇല്ലെങ്കിൽ ഏൺഡ് സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാനോ സാധിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ജോബുകളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും കൺസിഡർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആകെ മൊത്തത്തിൽ വന്നൊരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ കെയറേഴ്സിനെയും ഇവിടെയുള്ള എല്ലാ ജോബ്സിനെയും ഇവർ കൺസിഡർ ചെയ്യും. പബ്ലിക് കൺസൾട്ടേഷനിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഗായ്സ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ. ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അപ്ഡേറ്റുകൾ മിസ് ചെയ്യാതിരിക്കാനായിട്ട് കാണാം. ബൈ.